മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി കമ്മ്യൂണിറ്റി ഷീൽഡ് കിരീടം സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റി. വെംബ്ലിയിൽ നടന്ന മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീണ്ട പോരാട്ടത്തിനൊടുവിലായിരുന്നു സിറ്റിയുടെ വിജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് തുല്യത പാലിച്ചു. പെനാൽറ്റിയിൽ 6-7 പെനാൽറ്റികൾക്കായിരുന്നു സിറ്റിയുടെ ജയം. ഗോൾ രഹിതമായിരുന്നു സീസണിലെ ആദ്യ മത്സരത്തിൻ്റെ ഭൂരിഭാഗം സമയവും. 75-ാം മിനിറ്റിൽ റാഷ്ഫോർഡിന് ഒരു സുവർണ അവസരം ലഭിച്ചുവെങ്കിലും താരത്തിൻ്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചു. 82-ാം മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വരുന്നത്. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസ് സ്വീകരിച്ച് മുന്നേറിയ ഗർനാച്ചോ സിറ്റി ഡിഫൻസിലെ 3 താരങ്ങളെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു. യുണൈറ്റഡ് ലീഡ് എടുത്തുവെങ്കിലും സിറ്റി പതറിയില്ല. 89-ാം മിനിറ്റിൽ ഓസ്കാർ ബോബിന്റെ ക്രോസിൽ നിന്ന് ഒരു ഹെഡറിലൂടെ ബെർണാഡോ സിൽവ സിറ്റിക്ക് സമനില സമ്മാനിച്ചു. തുടർന്ന് കളി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. യുണൈറ്റഡിനായി ആദ്യ കിക്ക് എടുത്ത ബ്രൂണോ ഫെർണാണ്ടസ് പന്ത് ലക്ഷ്യത്തിലെത്തിച്ചപ്പോൾ സിറ്റിക്കായി ബെർണാഡോ സിൽവ എടുത്ത ആദ്യ കിക്ക് ഒനാന തടഞ്ഞു. ഡാലോട്ട് യുണൈറ്റഡിന്റെ 2ാം കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. സിറ്റിയുടെ 2ാം കിക്ക് ഡിബ്രൂയിനെ ലക്ഷ്യത്തിലെത്തിച്ചു. യുണൈറ്റഡിന്റെ 3ാം പെനാൽറ്റി എടുത്ത ഗർനാച്ചോയ്ക്കും പിഴച്ചില്ല. ഹാളണ്ട് എടുത്ത സിറ്റിയുടെ 3ാം പെനാൽറ്റിയും ലക്ഷ്യത്തിൽ. സ്കോർ 3-2. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ജേഡൻ സാഞ്ചോ എടുത്ത 4ാം കിക്ക് പുറത്തേക്ക് പോയി. സിറ്റിക്കായി സാവിഞ്ഞോ ലക്ഷ്യം കണ്ടതോടെ പെനാൽറ്റി നില 3-3 മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കസമിറോയും സിറ്റിക്കായി ഗോൾ കീപ്പർ എഡേഴ്സണും 5ാം കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. സ്കോർ 4-4. ഇതോടെ കളി സഡൻ ഡെത്തിലേക്ക്. മക്ടോമിനെ യുണൈറ്റഡിനായി കിക്ക് ലക്ഷ്യത്തിലെത്തിച്ചു. ന്യൂനസ് സിറ്റിക്കായും ലക്ഷ്യം കണ്ടു. സ്കോർ 5-5. 7ാം കിക്കെടുത്ത ലിസാൻഡ്രോ മാർട്ടിനസും റൂബൻ ഡിയാസും ലക്ഷ്യം കണ്ടു. സ്കോർ 6-6. എന്നാൽ ഇവാൻ എടുത്ത യുണൈറ്റഡിന്റെ 8ാം കിക്ക് വലയിലെത്തിയില്ല. ഇതോടെ മേൽക്കൈ നേടിയ സിറ്റിക്കായി അക്കാൻജി പെനാൽറ്റി വലയിലെത്തിച്ച് വിജയവും കിരീടവും ഉറപ്പിച്ചു. മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ് ഗാർഡിയോളയുടെ 18ാം കിരീട വിജയമാണിത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.